ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന് ഗുഡ് മോർണിംഗ് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നായ നന്മയാണ്. തീർച്ചയായിട്ടും നന്മ ചെയ്യാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരും നമ്മളെല്ലാവരും തന്നെ നന്മ ചെയ്യുന്നവരും നമ്മളിൽ എല്ലാവരിലും നന്മയുള്ളതുമാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നൊരു വിഷയമുണ്ട്, നല്ല പ്രവർത്തികളും നന്മ പ്രവർത്തികളും. നല്ല പ്രവർത്തികൾ നമുക്ക് ആർക്കും ചെയ്യാം, പക്ഷേ നന്മ പ്രവർത്തികൾ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി ചെയ്യുന്നതാണ്. മറ്റൊരു വാക്യം പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ സ്വഭാവം ധരിച്ച ഒരു ദൈവ പൈതൽ ചെയ്യുന്ന പ്രവർത്തികളെയാണ് നന്മ പ്രവർത്തികൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ സ്വഭാവം ഒരു ദൈവ പൈതൽ സ്വാംശീകരിക്കുകയും ക്രിസ്തു എടുത്ത നിലപാടുകൾ തന്റെ ജീവിതത്തിന്റെ ഓരോ തീരുമാനങ്ങളിലും സ്വായത്തമാക്കുകയും അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഒരുവൻ ചെയ്യുന്ന പ്രവർത്തികളെ നന്മ പ്രവർത്തികൾ നമുക്ക് വിളിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇന്നേ ദിവസം ദൈവം നമുക്ക് ഒരുക്കുന്ന ഒത്തിരിയേറെ സാഹചര്യങ്ങളുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞ് അവന്റെ സ്വഭാവം സ്വന്തമാക്കി ചെയ്യാൻ പറ്റുന്ന ഒത്തിരി നന്മ പ്രവർത്തികൾ. അത് ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവ് ഈ ദിവസം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടാകട്ടെ. നമ്മൾ ഇന്ന് മനഃപ്പാഠമാക്കുന്ന കർത്താവിന്റെ വചനം 1 തെസ്സലോനിക്ക 5:15. ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുകയും ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിൻ. 1 തെസ്സലോനിക്ക 5:15. ഇന്ന് ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കപ്പെടുന്ന അനുഭവങ്ങളോട്, ഏതെങ്കിലും ഒരു അനുഭവങ്ങളോട് കൃത്യമായ ബോധ്യത്തോടെ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈശോ എങ്ങനെ പെരുമാറിയോ അതുപോലെ നമ്മളോട് തന്നെയും അവരനോടും എന്തെങ്കിലും ഒരു നന്മ പ്രവർത്തികൾ ചെയ്യാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. സീ യു ടുമോറോ. ആമേൻ.